ഞാനൊരു നേഴ്സാണ്. ഒ ഇ ടി പുറത്തേക്ക് പോകാനുള്ള ഒരു എക്സാമാണ് ഒ ഇ ടി എക്സാം. അപ്പം അത് പാസ്സാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ 5ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. ഞാൻ നഴ്സിംഗ് പഠിച്ചിറങ്ങി 2018. അപ്പം അന്ന് തൊട്ട് ഞാൻ ഒ ഇ ടി എക്സാം എഴുതാനായിട്ടും പഠിക്കാനായിട്ടും തുടങ്ങി. പഠിച്ചിറങ്ങിയ ഉടനെ ഞാൻ ഒരു പ്രാവശ്യം എക്സാം എഴുതി, എനിക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയി. എന്നിട്ട് അപ്പോഴും ഞാൻ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ എക്സാം എഴുതുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ആകപ്പാടെ നിരാശയും സങ്കടവും ഒക്കെ ആയിരുന്നു. ഞാനങ്ങനെ ഈ ജൂണിൽ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. ഇവിടെ വന്ന് നാട്ടിൽ വന്നൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ തുടങ്ങി. അപ്പം വീട്ടിൽ നിന്നും കൂട്ടുകാരും ഒക്കെ പറഞ്ഞു, നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക്, ഇത്തവണ എന്തായാലും കിട്ടും, പാസ്സാകും. ഞാൻ പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, ഇതിൽ കിട്ടണം എനിക്ക്, ഇനി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതിന് വരത്തില്ല എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നു. ഓഗസ്റ്റ് 22-ന് ഉടമ്പടി എടുത്ത് അങ്ങനെ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നപ്പം ഒരു ചേച്ചി ഇതുപോലെ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. ചേച്ചിയുടെ ഇതുപോലെ 4ാമത്തെ അറ്റംപ്റ്റ് എങ്ങാണ്ടായിരുന്നു. അങ്ങനെ എഴുതി പാസ്സായി ഇവിടെ വന്ന് സാക്ഷ്യം പറയുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണേന്ന്. എന്തായാലും ഞാൻ അവിടെ പഠിക്കാനെടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അവിടെ ഒരു പോസിറ്റീവ് ഫീൽ എനിക്കുണ്ടായി. കാരണം എക്സാമിന് തലേ ആഴ്ച അവിടെ പ്രെയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യാനൊരു കോൺവെൻറ്റാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ചാപ്പലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാനൊരു അവസരം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വളരെ അനുഗ്രഹമായിട്ട് തോന്നി. പിന്നെ ഇവിടെ പറ്റുമ്പോഴൊക്കെ വന്ന് ശനിയാഴ്ചകളിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒ ഇ ടി പാസ്സായ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് നവംബർ 5-ന് പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തു. ആദ്യം 4 മൊഡ്യൂളുണ്ട്: റീഡിങ്, ലിസണിങ്, റൈറ്റിങ്, സ്പീക്കിങ്. അപ്പം സ്പീക്കിംഗ് ആണ് എനിക്ക് ഏറ്റവും പാടെന്ന് വെച്ചാൽ എനിക്കൊരാളുടെ മുന്നിൽ പോയിരുന്ന് സംസാരിക്കാൻ കോൺഫിഡൻസ് കുറവാണ്. അപ്പം പറയാൻ അറിയാമെങ്കിലും കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് പേടി കാരണം എപ്പോഴും തെറ്റിപ്പോവുകയും ഒക്കെ ആയിരുന്നു. അത് കാരണം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കാനും, ദൈവമേ എനിക്ക് ധൈര്യം തരണേ സംസാരിക്കാനായിട്ട്. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറയും, എടി സംസാരിക്കാൻ കഴിവില്ലാത്തനായിരുന്നു, വിക്കനായിരുന്നു, ദൈവം സഹായിച്ചത് സംസാരിക്കാനായിട്ട്. അപ്പം നീ ധൈര്യമായിട്ട് പൊക്കോ, നിനക്ക് പറ്റും പറയാനായിട്ട്. അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ കയറി ഞാൻ കൂളായിട്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ എക്സാമിന് മുന്നേ അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ ഒരു ലോക്കറ്റ് വന്നിട്ട് പറഞ്ഞു, ഇത് പുസ്തകത്തിൽ വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലണം, പഠിച്ചു കഴിയുമ്പോൾ സ്വർഗ്ഗസ്നാപിതാവേ നന്മ ചെല്ലണമെന്ന്. അപ്പം ഞാൻ എക്സാം ഹോളിൽ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും അതിൽ വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ടായിരുന്നു. പിന്നെ കൊന്ത ചെല്ലും. എക്സാം ഹോളിൽ ഇരുന്ന് ആ സമയമുള്ള സമയത്ത് കൊന്ത ചെല്ലും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആദ്യത്തെ മൊഡ്യൂൾ റീഡിംഗ് ആയിരുന്നു. റീഡിങ്ങിന് ആദ്യത്തെ പാർട്ട് എനിക്ക് എളുപ്പമായിരുന്നു. ഞാൻ 15 മിനിറ്റുള്ള സമയമുള്ളത് 12 മിനിറ്റ് കൊണ്ട് ഞാൻ ചെയ്തു തീർത്തു. അങ്ങനെ പിന്നെ അടുത്ത് ചെയ്യാനുള്ളത് എനിക്ക് സമയം പോലും കിട്ടുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, മാതാവേ ഇത് ശരിയായിരിക്കണേന്ന് ഓപ്ഷൻസ് ഉണ്ട്, അപ്പം വായിക്കാൻ സമയം കൂടെ കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഇത് ശരിയായിരിക്കണേ എന്ന് വിചാരിച്ചു ഓപ്ഷൻസ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് കറപ്പിച്ച് വെച്ചു. അങ്ങനെ റീഡിങ് കഴിഞ്ഞു, ലിസണിങ്ങും കഴിഞ്ഞു, കുഴപ്പമില്ലായിരുന്നു. റൈറ്റിംഗ് ടാസ്ക് കിട്ടിയപ്പോൾ എനിക്കങ്ങ് സങ്കടമായി. കാരണം എങ്ങനെ എഴുതണമെന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരു റൈറ്റിംഗ് ടാസ്ക്കാണ് കിട്ടിയത്. പിന്നെ രണ്ടും കൽപ്പിച്ച് എന്തൊക്കെയോ എഴുതി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞായിരുന്നു സ്പീക്കിംഗ് എനിക്ക് 4 മണിക്കായിരുന്നു. 4 മണിയായിട്ട് പോലും എന്നെ വിളിക്കുന്നില്ലായിരുന്നു. അപ്പം ശരിക്കും അത്രയും സമയമൊക്കെ ആകുമ്പോൾ നമ്മളും മടുക്കും, അവിടെ സംസാരിക്കാൻ ഇരിക്കുന്നവരും മടുക്കുമായിരുന്നു. അത് കാരണം ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അപ്പം 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ, അത്രയും നേരം എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. സ്പീക്കിങ്ങിന് വിളിച്ചപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷൻ തുടങ്ങി. ഞാൻ സ്പീക്കിങ്ങിന് കയറുന്നതിന് മുന്നേയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമോ, പക്ഷേ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ടെൻഷൻ കയറിയിട്ട് എനിക്ക് ഒട്ടുമേ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അങ്ങനെ സ്പീക്കിങ്ങിന് കയറി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എനിക്ക് സങ്കടം വന്നിട്ട് മേലായിരുന്നു. ടെൻഷൻ കാരണം എനിക്ക് ശ്വാസം എടുക്കാൻ വരെ ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു. അങ്ങനെ അവരെനിക്ക് വെള്ളമൊക്കെ തന്നു. ഞാൻ വെള്ളം മേടിച്ച് കുടിച്ചു. എന്നിട്ട് എനിക്ക് റിലാക്സ് ആവാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് സ്പീക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ അതിന് മുന്നേ 4 തവണ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും സ്പീക്കിങ് ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷേ
ഇത്തവണ എഴുതിയ എക്സാമിനേക്കാളും നല്ലപോലെ എനിക്ക് അന്നൊക്കെ ഞാൻ സ്പീക്കിങ് ചെയ്യുമായിരുന്നു. എനിക്കങ്ങ് സങ്കടം വന്നു, ലാസ്റ്റ് എഴുതിയിട്ട് ഇങ്ങനെ ആയല്ലോ കർത്താവ്, എന്തൊരു കഷ്ടമാണ്, ഇനി കിട്ടിയില്ല, ഞാൻ ഇല്ല ഈ വഴിക്കെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ എക്സാം കഴിഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. അപ്പം എല്ലാവരും പറഞ്ഞിട്ട് കുഴപ്പമില്ല, കിട്ടും. പക്ഷേ എനിക്കറിയാം ഞാൻ എന്താ എഴുതി വെച്ചേക്കുന്നതെന്നും ഞാൻ എന്താ പറഞ്ഞതെന്നും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ എഴുതി വെച്ചതോ പറഞ്ഞതോ വെച്ച് ഞാൻ പാസ്സാകാനേ പോകുന്നില്ല. എന്നെ നീയായിട്ട് വിചാരിച്ചാലേ പാസ്സാവത്തുള്ളൂ, എന്നെ എങ്ങനെയും ഒന്ന് പാസ്സാക്കണേന്ന്. അങ്ങനെ എല്ലാ ദിവസവും പേപ്പർ നോക്കുന്നവരെ സമർപ്പിച്ചും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച എൻ്റെ റിസൾട്ട് വന്നു. ആക്ച്വലി ഇതിന് മുന്നത്തെ 4 തവണയും റിസൾട്ട് വരുന്ന ദിവസം എനിക്ക് ഭയങ്കര ടെൻഷൻ കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രിയിലും രാവിലെയൊക്കെ ഞാൻ ഞെട്ടി എഴുന്നേക്കും. അങ്ങനെ പക്ഷേ ഇത്തവണ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. എനിക്കങ്ങനെ ടെൻഷനൊന്നും തോന്നിയില്ല. ഞാൻ രാവിലെ എണീറ്റ് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മെയിൽ ചെക്ക് ചെയ്തപ്പം റിസൾട്ട് പബ്ലിഷായി. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ തുടങ്ങി. ഞാൻ റിസൾട്ട് നോക്കിയപ്പം എനിക്കങ്ങ് വിശ്വസിക്കാൻ മേലായിരുന്നു. കാരണം ജസ്റ്റ് പാസ്സായാൽ മതി, എനിക്കൊരു UK സ്കോർ തന്ന് എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതിയെന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. നല്ലൊരു സ്കോർ തന്ന് എല്ലാ മൊഡ്യൂളിലും B സ്കോർ തന്ന് എന്നെ മാതാവ് അനുഗ്രഹിച്ചു. അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു.